ശബരിമലയിൽ നടന്നത് കൂട്ടുകവർച്ചയെന്ന് ഹൈക്കോടതി. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ വേളയിലാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശം. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നുള്ള ചലച്ചിത്ര ഗാനവരികൾ ഹൈക്കോടതി ഉദ്ധരിക്കുകയും ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പതിവ് പോലെ തന്നെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം നടത്തിയത്. ശബരിമലയിൽ നടന്നത് ഒരു കൂട്ടുകവർച്ച എന്ന് പറഞ്ഞ ഹൈക്കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതൽ പരാമർശിച്ചത്? രോഹിണി, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ള 3 പ്രതികളുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി നിശ്ചിതമായിട്ടുള്ള ഭാഷയിൽ ചില വിമർശനങ്ങളും ചില നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത്. കൂട്ടക്കവർച്ചയാണ് ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാം. ആ പ്രതികളിലേക്ക് കൂടി അന്വേഷണം എത്തണമെന്നുള്ളതാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഈ ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അയ്യപ്പന്റെ സ്വത്ത് പ്രതികളെല്ലാവരും കൂടി കൂട്ടം ചേർന്ന് കൊള്ളയടിക്കുകയാണ് ഉണ്ടായത്. കൊള്ളയടിച്ച് അത് സ്വന്തമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ SIT കണ്ടെത്തിയ ചില കാര്യങ്ങളിലൊക്കെ തന്നെ SITയുടെ തെളിവുകളിൽ നിന്ന് ഇക്കാര്യം പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. 4147 ഗ്രാം സ്വർണമാണ് കവർച്ച ചെയ്തത്. പക്ഷേ വീണ്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടെടുക്കാനായിട്ട് സാധിച്ചത് 474 ഗ്രാം സ്വർണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബാക്കി സ്വർണം, അതായത് ഈ പ്രതികളെല്ലാവരും കൂട്ടം ചേർന്ന് കവർന്നെടുത്ത ഭഗവാന്റെ സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തണം. ഇതിനു വേണ്ടിയിട്ട് അന്വേഷണം കേന്ദ്രീകരിക്കണമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ പത്മകുമാറിനെതിരെയും KP ശങ്കരദാസിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. നേരത്തെ ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്ന കാര്യത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടായത് ഇതേ ബെഞ്ചിൽ നിന്നാണ്. കാരണം ഈ 3 പേരുടെയും ജാമ്യാപേക്ഷകൾ അതിൽ വാദം കേൾക്കുന്ന സമയത്താണ് ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, മകൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ, ഇതടക്കമുള്ള ചോദ്യങ്ങൾ ബദറുദ്ദീൻ ചോദിച്ചത്. ഇന്ന് വീണ്ടും ഈ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവിൽ, അതായത് ജാമ്യം നിഷേധിച്ച ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ ഗുരുതരമായിട്ടുള്ള രോഗമാണോ ശങ്കരദാസിന് ഉള്ളതെന്നുള്ള ഒരു സംശയം ഹൈക്കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ രോഗം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. എത്രയും വേഗം ശങ്കരദാസിനെ സന്ദർശിച്ച് ശങ്കരദാസിന്റെ രോഗം ഗുരുതരമാണോ, നിജസ്ഥിതി എന്താണ്, ഇതടങ്ങുന്ന ഒരു വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ശങ്കരദാസിന്റെ അറസ്റ്റ് മനഃപൂർവ്വം SIT സംഘം വൈകിപ്പിച്ചു എന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണവുമായിട്ട് സഹകരിച്ച വ്യക്തിയാണ് ശങ്കരദാസ്. പക്ഷേ പിന്നീട് പെട്ടെന്ന് അദ്ദേഹം ആശുപത്രിയിലായി, ഗുരുതര രോഗമുണ്ട് എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതി അടക്കം സമീപിച്ചു. പെട്ടെന്ന് ഈ ഒരു അസുഖം ഉണ്ടാകുന്നതും ആശുപത്രിയിലെ പ്രവേശനവും അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഉൾപ്പെടെ അത് സംശയത്തിന്റെ നിഴലിലാണ് എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മകൻ DIG ആണ് എന്നുള്ളൊരു പരാമർശം കൂടി, അതായത് ഹരിശങ്കർ DIG ആണെന്നുള്ള പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മകനായ കാരണം കൊണ്ട് SIT ശങ്കരദാസിനെ ഒഴിവാക്കിയെന്നുള്ള പരോക്ഷ വിമർശനമാണ് ഈ നിരീക്ഷണത്തിലൂടെ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പത്മകുമാറിനെതിരെയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പത്മകുമാർ എന്ന് പറയുന്നത് മുൻ MLA ആണ്, സ്വാധീനമുള്ള നേതാവാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. എല്ലാ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാനാകില്ല എന്നുള്ളതാണ് ഹൈക്കോടതി എടുത്ത് പറഞ്ഞിട്ടുള്ളത്. മുരാരി ബാബുവിന് പക്ഷേ ഈ 90 ദിവസം പൂർത്തിയായ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ പക്ഷേ ജാമ്യം നൽകാനാകില്ല. വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹത പരിഗണിക്കപ്പെടേണ്ട ഒന്നാണെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും രോഹിണി, ഇതിൽ എടുത്തു പറയേണ്ടത് ഹൈക്കോടതി ഈ 3 പ്രതികളുടെയും ജാമ്യ അപേക്ഷ തള്ളിയ സാഹചര്യം അത് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, അതായത് ഈ ജാമ്യ നിഷേധിച്ച ഉത്തരവ് അത് അവസാനിപ്പിക്കുന്നത് ഒരു അദ്വൈതം എന്ന സിനിമയിലെ ചലച്ചിത്ര ഗാനത്തിന്റെ ഈരടികൾ ആ ഉത്തരവിൽ വ്യക്തമാക്കിക്കൊണ്ടാണ്.
പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന അദ്വൈതം സിനിമയിലെ ഈരടികൾ, ഗാനത്തിന്റെ ഈരടികളാണ് ഹൈക്കോടതി ഉദ്ധരിച്ചിട്ടുള്ളത്. അത് ഈ 3 പ്രതികൾക്കും എതിരായിട്ടുള്ള നിരീക്ഷണമായിട്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിലപാടായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തപ്പെടേണ്ടി വരും. കാരണം ഹൈക്കോടതി പറഞ്ഞത് ഈ വരികൾ തന്നെയാണ്, ഈ ഗാനത്തിലെ വരികൾ തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ വിശ്വാസികളൊക്കെ തന്നെ ഉദ്ധരിക്കുന്നത്, പറയുന്നത്. കാരണം അവർക്കൊക്കെ തന്നെ ഈ പ്രതികൾ ചെയ്തിട്ടുള്ള ഈ കൃത്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഈ പാട്ടും ഈ ഈരടികളും തന്നെയാണ് ഓർമ്മ വരുന്നതെന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്തായാലും പത്മകുമാറിനും മുരാരി ബാബുവിനും അതോടൊപ്പം തന്നെ ഗോവർദ്ധനും ജാമ്യം ഈ ഘട്ടത്തിൽ നൽകാനാകില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടും ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അടക്കം കണക്കിലെടുത്തും SITയുടെ തെളിവുകൾ ഉൾപ്പെടെ വിലയിരുത്തിക്കൊണ്ടുമാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷകൾ തള്ളിയത്. അതോടൊപ്പം തന്നെ ശങ്കർദാസിന്റെ രോഗം അത് ഗുരുതരമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് അത് റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകാനും കൂടി അതും എത്രയും വേഗം തന്നെ സമർപ്പിക്കാനായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രോഹിണി, രേഷ്മ, ഒരു കാര്യം കൂടി, ശങ്കരദാസിനെതിരെയും പത്മകുമാറിനെതിരെയും മുരാരി ബാബുവിനെതിരെയും കൃത്യമായ നിരീക്ഷണം തന്നെയാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. കൂട്ടുകവർച്ച തന്നെയാണ് നടന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കാളികളായി എന്ന് പറയുമ്പോഴും ശങ്കരദാസിന്റെ രോഗം എന്ത് എന്നുള്ളതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മകൻ ഉന്നത സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ചികിത്സ എന്നതടക്കമുള്ളത് ഹൈക്കോടതി ചോദിക്കുമ്പോൾ അത് SIT സംഘത്തിന് നേരെ കൂടി വിരൽ ചൂണ്ടുകയല്ലേ? അതെ രോഹിണി, അതായത് SIT സംഘം എന്തുകൊണ്ടാണ് ചിലരിലേക്ക് മാത്രം അന്വേഷണം ഒതുക്കുന്നത് എന്നുള്ള ചോദ്യം ഇതേ ബെഞ്ച് തന്നെ ജസ്റ്റിസ് A ബദറുദ്ദീൻ തന്നെയാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ബോർഡ് അംഗമായിട്ടുള്ള ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എന്തുകൊണ്ടാണ് എത്താതിരുന്നത്, ആ പ്രതികളെ അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തുകൊണ്ട് കടന്നില്ല, ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴും ശങ്കർദാസിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു SIT സംഘം സ്വീകരിച്ചത്. പിന്നീട് വീണ്ടും ഈ 3 ജാമ്യാപേക്ഷകളിലും വാദം കേട്ട ഘട്ടത്തിൽ ഹൈക്കോടതി വീണ്ടും ചില വിമർശനങ്ങൾ ശങ്കർദാസിന്റെ അറസ്റ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നടത്തി. തൊട്ട് പിന്നാലെ ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു SIT സംഘം. ഇതിലൊക്കെ തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് മകൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മകൻ ഉള്ളപ്പോൾ ആ അറസ്റ്റിലേക്ക് പിതാവിനെ എത്തിക്കാനായിട്ട് SIT സംഘത്തിന് മടിയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയമുണ്ട് എന്ന് ഹൈക്കോടതി പരോക്ഷമായിട്ട് പറഞ്ഞു വെക്കുകയായിരുന്നു. ഇന്ന് ഈ ഉത്തരവിലും ഹൈക്കോടതി എടുത്തു പറയുന്നത് അത് തന്നെയാണ്. അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കുന്ന, ശങ്കർദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ഗുരുതരമായിട്ടുള്ള രോഗമുണ്ടെങ്കിലും അല്ലെങ്കിലും അതുമാത്രമല്ല, ഈ ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരു നിലപാടും സമീപനവും ശങ്കർദാസ് സ്വീകരിച്ചു. പക്ഷേ പിന്നീട് അന്വേഷണം കുറച്ചുകൂടി മുറുകിയ ഘട്ടത്തിൽ ശങ്കർദാസ് ആശുപത്രിയിലായി, രോഗമുണ്ടെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതിയിലടക്കം വിഷയം എത്തി. എങ്ങനെയാണ് ഈ ഗുരുതര രോഗം എന്ന് പറയുന്നത്, അത് ശരിയാണോ, അത് യാഥാർത്ഥ്യമാണോ, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഹൈക്കോടതിക്ക് സംശയമുള്ളത്. നേരത്തെ പറഞ്ഞ പക്ഷാഘാതം വന്നതിന് ശേഷമുള്ള ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളൊക്കെ അവർ വാദമെന്നുള്ള രീതിയിൽ ശങ്കർദാസിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയതാണ് മേൽക്കോടതിയിലൊക്കെ തന്നെ. എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ അവിശ്വാസ്യതയുണ്ട്, സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ സൂപ്രണ്ടിനെ ഈ നിജസ്ഥിതി പരിശോധിക്കാനും ഒപ്പം തന്നെ ഗുരുതര രോഗമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാനുമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഹരിശങ്കർ, അതായത് മകൻ ഹരിശങ്കർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ശങ്കർദാസിനെ SIT സംഘം ഒഴിക്കുകയാണ് അല്ലെങ്കിൽ ഒഴിച്ചുവിടുകയാണ്, അല്ലെങ്കിൽ ശങ്കർദാസിലേക്ക് അന്വേഷണം എത്താതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉന്നത തലത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ സംശയം ഹൈക്കോടതിക്ക് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. രോഹിണി, ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് കൂട്ടുകവർച്ച എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.